ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രങ്ങൾ മുതൽ ഈ നിമിഷങ്ങളിൽ വരെ ചാനലുകൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ചുള്ള ആവേശങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രി 11 മണിവരെയോ 12 മണിവരെയോ ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആവേശകരമായ ജീവിതങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നാളെ മുതൽ വീണ്ടും നാം നമ്മുടെ പഴയ മട്ടിലുള്ള പുരുഷാധിപത്യ ജീവിതം ആരംഭിക്കുകയും ചെയ്യും. എങ്കിലും അന്താരാഷ്ട്ര വനിതാ ദിനമായതുകൊണ്ട് വിജയകഥകൾ പറയുന്നു. മൂന്നാറുകാരിയെ പരിചയപ്പെടാം. ചമയ കലാകാരിയാണ് ബാനു കലൈവാണി. വലിയൊരു വിജയകഥ അവർക്ക് പറയാനുണ്ട്. ഇത് ബാനു കലൈവാണി. മൂന്നാർ ഗ്രാംസ്ലാൻഡ് സ്വദേശിനിയാണ്. തോട്ടം തൊഴിലാളിയായ ദുരൈപാണ്ഡ്യന്റെയും ജയലക്ഷ്മിയുടെയും മകൾ. തോട്ടം മേഖലയുടെയും കുടുംബ പശ്ചാത്തലത്തിന്റെയും പരിമിതികളിൽ നിന്നും ജീവിതത്തിൽ സ്വയപ്രയത്നം കൊണ്ട് വിജയഗാഥ രചിച്ചയാളാണ് ബാനു. ബാനു കലൈവാണി ഇന്ന് തിരക്കുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മിഴിവേകി ബാനുവിന്റെ കൈകൾ ചലിച്ചു തുടങ്ങിയിട്ട് 20 വർഷത്തോളമാകുന്നു. കണ്ണെഴുതാൻ പോലും താല്പര്യമില്ലാതിരുന്ന ബാനു കലൈവാണി എങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റായി എന്ന കഥ ബാനു തന്നെ പറയും. എനിക്ക് ചെറുപ്പത്തിൽ ബ്യൂട്ടീഷ്യനായിട്ട് ഞാൻ ഇത്ര വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഓരോരോ കുടുംബ സാഹചര്യങ്ങളും കാര്യങ്ങളും കൊണ്ട് എന്തെങ്കിലും വർക്കിന് പോകണമെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോഴത്തേക്കും അങ്ങനെ ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ച് പിന്നെ എനിക്ക് ബ്യൂട്ടീഷ്യനേക്കാളും കൂടുതൽ താല്പര്യം മേക്കപ്പ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റി അവരുടെ കൂടെയൊക്കെ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എൻ്റെ സെൽഫായിട്ട് ഞാൻ സാലറി കിട്ടുമ്പോൾ പഠിക്കണമെന്ന് വെച്ചിട്ട് അങ്ങനെ പഠിച്ച് മേക്കപ്പ് ആവണം, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം, ഏതെങ്കിലും ഒരു സിനിമയിൽ എൻ്റെ പേര് വരണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്കമിങ് എൻ്റെ ബസൂക്ക ആ മൂവിയാണ് വരുന്നത്, മമ്മൂക്കയുടെ മൂവിയാണ്. ചലച്ചിത്ര മേഖലയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എത്തി നിൽക്കുന്നതാണ് ബാനുവിന്റെ ജീവിതയാത്ര. ഇതിനോടകം വിവിധ ഭാഷകളിൽ വെള്ളിത്തിരയിൽ ബാനുവിന്റെ പേര് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. നിരവധി ഫാഷൻ ഷോകളിലും മിസ് ഗ്ലാം വേൾഡിലുമടക്കം ബാനു മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു. 2021 തമിഴ്നാട്ടിൽ നടന്ന മിസിസ് ഇന്ത്യ ക്വീൻ മത്സരത്തിലും ബാനു തന്റെ സാന്നിധ്യം അറിയിച്ചു. തന്റെ പ്രവർത്തന മേഖലയിലുള്ള വിവിധ അവാർഡുകളും ബാനു കലൈവാണി ഇതിനോടകം നേടിയെടുത്തു. മേക്കപ്പ് രംഗത്തിപ്പോൾ പരിശീലകയായും ബാനു പ്രവർത്തിക്കുന്നുണ്ട്. ജീവിത സാഹചര്യത്താൽ എത്തപ്പെട്ട വഴി വിജയത്തിളക്കമുള്ളതാക്കി മാറ്റിയ കഥയാണ് ബാനു കലൈവാണിക്ക് ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.